നമുക്കൊപ്പം ഗായിക മൃദുല ചേരുകയാണ്. മൃദുല, ഓരോ സംഗീത പ്രേമിയെയും സംബന്ധിച്ച് വിഷമമുണ്ടാക്കുന്ന വാർത്തയാണ് ജാനകി അമ്മയുടെ വിടവാങ്ങൽ. എങ്ങനെയാണ് ഒരു ഗായിക എന്ന നിലയിൽ ആ വാർത്തയെ ഉൾക്കൊള്ളുന്നത്? തീർച്ചയായിട്ടും വളരെ വിഷമമുള്ളൊരു കാര്യമാണ്. പക്ഷെ ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്താന്ന് വെച്ചാൽ, നമ്മുടെയൊക്കെ ഒരു അനുഗ്രഹം എന്താന്ന് വെച്ചാൽ, ജാനകി അമ്മയുടെ ശബ്ദം അതിന് മരണമില്ല. എത്രയോ മുത്തുക്കളാണ് നമുക്ക് സമ്മാനിച്ചിട്ട് ജാനകി അമ്മ ഈ ലോകത്തുനിന്ന് പോകുന്നത്. എന്നാൽ പോലും ആ ശബ്ദം നമ്മുടെ ഉള്ളിലൊക്കെ എപ്പോഴും ഉണ്ടാവും, നമ്മുടെ കാതുകളിൽ എപ്പോഴും ഉണ്ടാവും എന്നുള്ളത് നമുക്കൊക്കെ കിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയൊരു ഭാഗ്യം. എസ്പെഷ്യലി ഒരു സിംഗർ ആയതില് എനിക്കെപ്പോഴും ഞാനൊരു മാനസ ഗുരുവിനെ പോലെയാണ് ജാനകി അമ്മേനെ കണ്ടിട്ടുള്ളത്. ഞാൻ വെറുതെ പറയുന്നതല്ല. കുട്ടിക്കാലം മുതൽ എനിക്ക് തോന്നുന്നു ഞാൻ കേട്ട് വളർന്നത് കൂടുതലും ജാനകി അമ്മയുടെ പാട്ടുകളാണ്. ജാനകി അമ്മ അത് കഴിഞ്ഞിട്ടാണ് ബാക്കി എല്ലാ പാട്ടുകാരും വരുള്ളൂ. ഞാൻ കോഴിക്കോട്ടുകാരി ആയതുകൊണ്ട് തന്നെ ജാനകി അമ്മയുടെ ബാബുക്കയുടെ മ്യൂസിക്കില് ജാനകി അമ്മ പാടിയിട്ടുള്ള ഒത്തിരി പാട്ടുകളുണ്ട്. തളിരിട്ട കിനാക്കൾ, പൊട്ടിത്തകർന്ന കിനാവ് കൊണ്ടൊരു, വാസന്ത പഞ്ചമി നാളിൽ, ഈറനൊടുത്തും കൊണ്ട് അമ്പരം ചുറ്റുന്ന, അതുപോലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൂര്യകാന്തി, ഈ പാട്ടുകളൊക്കെ പാടിയിട്ടാണ് ഞാനും വളർന്നത്. അപ്പോ ജാനകി അമ്മയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാല്, ജാനകി അമ്മ ഭാവം കൊടുക്കുന്നത് നമ്മള് ഒട്ടും ആർട്ടിഫിഷ്യൽ അല്ല, ഭയങ്കര മനസ്സിന്ന് വരുന്ന പോലെയുള്ള ഒരു ശൈലിയാണ് ജാനകി അമ്മ പാടുന്ന സമയത്ത്. ഭയങ്കര ഒരു ഉള്ളുന്ന് വരുന്ന ഒരു ഫീലാണ് നമുക്ക് കേൾക്കുമ്പോൾ തോന്നാറുള്ളത്. അതിലെനിക്ക് ഇപ്പൊ ഓർക്കുമ്പോ രാജാ സാറിന് ഒരു പാട്ടുണ്ട്, എൻ പൂവേ പൊൻപൂവേ. ആ പാട്ട് എനിക്ക് തോന്നുന്നു മറ്റൊരാളും ആ പാട്ട് പാടിയാൽ അത്രയും ഫീല് വരുമോന്ന് നമുക്ക് തോന്നും. ഓരോ വരിയുടെയും ശബ്ദം കൊണ്ട് ജാനകിയമ്മ കൊടുത്തിട്ടുള്ള ആ ഒരു ഭാവം, അത് നമുക്ക് പാടി ഫലിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ഓരോ പാട്ടുകൾ തന്നെ ഒരു ഗായിക എന്ന നിലയ്ക്ക് ഞാൻ ഓരോ ലെസൺസ് ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. എങ്ങനെയാണ് ഭാവം കൊടുക്കേണ്ടതെന്നുള്ള വലിയ കുറെ ലെസൺസ് ആണ് ജാനകി അമ്മയുടെ ഓരോ പാട്ടുകളും. ഓരോ മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ അടുത്ത് പോകുമ്പോൾ ജാനകി അമ്മ ആ രീതിയിലാണ് ആ പാട്ടിനെ അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് ശബ്ദം മാറ്റി പാടാനുള്ള കഴിവ്, കൊച്ചുകുട്ടിയുടെ ശബ്ദത്തിൽ പാടാനുള്ള കഴിവ്, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള. പിന്നെ ഏറ്റവും വലിയ അത്ഭുതം എന്താന്ന് വെച്ചാൽ, ജാനകിയമ്മ ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരാള് എനിക്ക് തോന്നുന്നു ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്ന സമയത്താണ് ഞാൻ ആ പാട്ട് കേൾക്കുന്നത്. കന്നഡയിലുള്ളൊരു പാട്ടാണ് അത്. മുഴുവൻ സ്വരങ്ങളാണ്, മുഴുവൻ സ്വരങ്ങൾ എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് ആയിട്ടുള്ള സ്വരങ്ങളാണ്. അത് പാട്ട് പഠിച്ചിട്ടുള്ള ആളുകൾക്ക് പോലും വളരെ ബുദ്ധിമുട്ടാണ് അത് മനസ്സിലാക്കി പാടാൻ പോലും. അങ്ങനെയുള്ള ഒരു പാട്ട് ജാനകിയമ്മ വളരെ ഈസി ആയിട്ടാണത് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. കാരണം അന്നത്തെയൊക്കെ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒറ്റ സ്ട്രെച്ചില് വോയിസും ഇൻസ്ട്രുമെന്റ്സും ഒക്കെ ഒരുമിച്ചാണ് അന്നത്തെ ആ ഒരു റെക്കോർഡിംഗ് രീതി. അപ്പോ എത്രമാത്രം ഒരു ലെജൻഡറി ആർട്ടിസ്റ്റ് ആണ് ജാനകിയമ്മ എന്നുള്ളത് നമുക്ക് ആ ഒരൊറ്റ പാട്ട് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. വളരെ നന്ദി മൃദുല, ഈ അവസരത്തിൽ ഞങ്ങളോട് സംസാരിച്ചതിന്. എന്തായാലും ഹേമാവതി എന്ന ചലച്ചിത്രത്തിലെ, കന്നഡ ചലച്ചിത്രത്തിലെ ശിവ ശിവ എന്ന് തുടങ്ങുന്ന ഗാനത്തെക്കുറിച്ചാണ് മൃദുല സൂചിപ്പിച്ചത്. സ്വരങ്ങൾ അതിവേഗം പാടേണ്ടി വന്ന ഈ ഗാനം ശാസ്ത്രീയമായി സംഗീതം പഠിച്ചിട്ടില്ലാത്ത തനിക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു, താൻ പാടിയിട്ടുള്ളതിൽ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കിയ ഗാനമെന്ന് പറഞ്ഞ് ജാനകി അമ്മ തന്നെ അത് പല വേദികളിലും സൂചിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.